ദിയനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഇതപ്പം അങ്ങോട്ട് വന്നിട്ടുള്ളൂ. നല്ല മഴയായിരുന്നു കാലത്ത്. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് സ്കൂളിലേക്ക് പോകണമെന്ന് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ കാലത്ത് നല്ല ചുമയുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛാ കുളി കഴിഞ്ഞാൽ കൂടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ചുമയ്ക്കുണ്ട്, എന്താ വേണ്ടതെന്ന് ചോദിക്കുന്ന രീതിയിലാണ് വന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛനോടിക്ക് ചുമയുണ്ടെങ്കിൽ പോകണ്ട, കാരണം സ്കൂളിൽ കുട്ടികൾക്കൊക്കെ പനിയും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദൃശ്യ മൊബൈലിലുണ്ട് കാര്യങ്ങൾ പറയണതൊക്കെ. ഞാനപ്പോൾ കാലത്ത് ദിയനെ കൊണ്ടാക്കി, മഴ വന്നപ്പോൾ കൊണ്ടാക്കിയപ്പോൾ അവിടെ ചെന്നപ്പോൾ 4 കുട്ടികളുടെ ക്ലാസ്സിൽ ഞാൻ കണ്ടല്ലോ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, ഇനിയിപ്പോൾ കുട്ടികളില്ലാണ്ട് ഇനി വരാൻ പോകണുള്ളൂ എന്നറിയില്ല. ഏകദേശം ബെല്ലടിക്കേണ്ട സമയമായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ദിയ സ്കൂളിലേക്ക് പോകണ്ടെന്ന് ആ ട്രാവലർ ഇങ്ങോട്ട് തിരിച്ച് പോകുമ്പോൾ പറഞ്ഞു, അച്ഛാ 2ാമത്തെ ട്രിപ്പ് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടാണ് ആ വണ്ടി ഇങ്ങോട്ട് പോണത്. അങ്ങനെ പറയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ വന്നപ്പോൾ കുട്ടികൾ കുറവാണ്. അപ്പോൾ ദൃശ്യം ഇവിടെ ഉണ്ട്, ഉണ്ണിവാവ ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഇക്ക മീനക്ക വന്നിട്ടുണ്ടായിരുന്നു. ഒരു 50 രൂപയ്ക്ക് കൊഴുവ മീൻ മേടിച്ചിട്ടുണ്ട്. കൊഴുവ, ഞങ്ങളുടെ അവിടെ അത് കൊഴുവ എന്നാണ് പറയാം. നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക, പലവിടേക്കും പല പേരാണല്ലോ, ചൂട, കൊഴുവ അങ്ങനെയൊക്കെ. അപ്പോൾ 50 രൂപയ്ക്ക് മേടിച്ച മീനാണ്. 1 കിലോ നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇക്ക കുറച്ചും കൂടി കൂടുതൽ ഇട്ട് തന്നു. നമുക്കറിയാം അങ്ങനെ വർക്ക് ഇല്ലെങ്കിലും ഇക്ക നമുക്ക് കടമൊക്കെ തരും. ആൾക്ക് നമ്മളെ കുറിച്ച് അറിയണ കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് കച്ചവടത്തിന് പോണതൊക്കെ ആൾക്കറിയാം. അപ്പം ഞാൻ ഇക്കടുത്ത് പറഞ്ഞു, ഇക്ക കപ്പലണ്ടി വണ്ടി ഇതാ കണ്ടോ, നമുക്ക് നോക്കുമ്പോൾ കാണാം കപ്പലണ്ടി വണ്ടി ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പെയിൻ്റ് അടിക്കണം, ഭയങ്കര തുരുമ്പായിട്ടാണ്. കാവടിയാട്ടം കഴിഞ്ഞിട്ട് ഇട്ടതാണ്. 4 മാസമായി ഇപ്പോൾ ഗ്രൗണ്ടിലുണ്ടായിരുന്ന കാവടിയാട്ടേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇനി കുറച്ച് പരിപാടികളുണ്ടെന്ന്. പെയിൻ്റ് അടിക്കണം, നിറച്ച് ക്ലിയർ ചെയ്യണം. പിന്നെ അതിലേക്കുള്ള സാധനങ്ങൾ, കപ്പലണ്ടി അരിക്കണം, അരിപ്പ, കപ്പലണ്ടി ചട്ടി മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കിയൊക്കെ നാശമായി പോയി. അരിപ്പ മേടിക്കണം, അതിന് 100 രൂപ വില വരുള്ളൂ കേട്ടോ. അപ്പം ഞാനത് മാർക്കറ്റിൽ പോയി ഒരു 4 എടുത്ത് വയ്ക്കും. നമുക്കൊരാഴ്ച കൂടുമ്പോൾ ആ നെറ്റ് പൊട്ടും. ഈ അരിക്കണ നെറ്റ് ഉപ്പും കൂടി ആകുമ്പോൾ വേഗം പൊട്ടും. അങ്ങനെ ഒരു 4 മേടിച്ച് വയ്ക്കും. പിന്നെ അത് സ്റ്റോക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ്, ഗ്യാസ് കത്തിക്കുന്ന അടുപ്പ് കുറേ നാളായിട്ട് ഈ വണ്ടിയുടെ അടിയിൽ അവിടെ ഇരിക്കണ കാരണം തുരുമ്പെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അതൊക്കെ ഇപ്പോൾ ഒരു ഏകദേശം 4 വർഷമായി ആ ഒരു അടുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം, കുറച്ച് പെയിൻ്റ് അടിക്കണം. ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, കാരണം തുരുമ്പ് നന്നായിട്ടായിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു അടുപ്പ് പുതിയത് മേടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതാണ് ഉപയോഗിക്കുക. അത് ഞാൻ ഈ പാനിപൂരിയുടെ കട തുടങ്ങിയപ്പോൾ മസാല പൂരി നമ്മളിങ്ങനെ എപ്പോഴും മസാല എപ്പോഴും ചൂടാക്കിക്കൊണ്ടിരിക്കണം. ആ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീലിൻ്റെ അടുപ്പ് നമ്മൾ മേടിച്ചത്. അതായത് ഒരു 1300 രൂപ അതിന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കപ്പലണ്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന അടുപ്പ് ഇച്ചിരി തുരുമ്പെടുത്തതായാലും കറുപ്പ് കളറാണെങ്കിലും കുഴപ്പമില്ല, അത് അടിയിൽ ഇങ്ങനെ ഫീൽ ചെയ്യണത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ മസാല പൂരിക്ക് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി സ്റ്റൈലായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു ഫിനിഷിങ്ങും വൃത്തിയും കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ അടുപ്പ് മേടിച്ചത്. ഇനിയിപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ആ കപ്പലണ്ടിക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അടുപ്പ് എടുത്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ സ്റ്റീലിൻ്റെ അടുപ്പ് അവിടെ ഉണ്ട്. അടുപ്പുകൾ ഇപ്പോൾ 2 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 5 കിലോൻ്റെ ഗ്യാസ് വരുന്ന കുറ്റിയാണ്, പ്രൈവറ്റ് കുറ്റികളാണ് 2. അതിലിപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ റേഷൻ കാർഡ് ആവാത്തത് കൊണ്ട് നമുക്ക് ഫ്രീ കണക്ഷനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്കും ആ ഒരു ഗ്യാസും കുറ്റി തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാലിയായി കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ 560 രൂപയാണ് കുറ്റി നിറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് അതിങ്ങനെ വേരിയേഷൻ വരും, 540, 60, 80 വരെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസിന് വില കൂടുതലാണ്. അപ്പോൾ എന്താ കണ്ടീഷൻ അറിയില്ല, ചെന്ന് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2-3 ആഴ്ച മുന്നേ നമ്മൾ മേടിച്ചപ്പോൾ 560 രൂപ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മാഡം ഇവിടെ ഇരിക്കുന്നൊന്നും പറയണില്ല, എന്താ പറയാനുള്ളത്? എന്താ പറയാ, പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒന്നിനെ ഉറക്കിട്ട് വേണം, ഉറങ്ങി കൊണ്ടേ കിടക്കണം. ദിയ പോയി ആകെ ഉഷാറില്ലായിരുന്നു. ഇന്നലെ ഞായറാഴ്ചയായിട്ട് ദിയ ഇവിടെ ഉണ്ടാകുന്നതുകൊണ്ടേ നല്ലൊരു, അവളെ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര എനർജിയ. പിന്നെ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഹെൽപ്പൊക്കെ ചെയ്യാൻ നമുക്ക് മൂപ്പര് നല്ല ഒരിതാണ്. ഇന്നലെ ഇപ്പം ഉണ്ടായതെന്ന് വെച്ചാൽ ഞായറാഴ്ച ഇന്നലെ വീഡിയോ ചെയ്തിട്ടില്ല. ചെയ്യണം വിചാരിച്ചു, കാലത്ത് വീഡിയോ ചെയ്യണം വിചാരിച്ചു, ലൈവ് ചെയ്യണം വിചാരിച്ചു, അങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു ശനിയാഴ്ച. പക്ഷെ ഒന്നും നടന്നില്ല. ഇന്നലെ നമ്മൾ ഉത്സവ കച്ചവടത്തിന് പോകുമ്പോൾ നമ്മുടെ കൂടെ കച്ചവടത്തിന് വന്ന, അതായത് ഒരു വർഷത്തെ പരിചയട്ടാ, കഴിഞ്ഞ സീസണിൽ നമ്മുടെ കൂടെ തിരൂര്, ഇവിടെ അടുത്ത് തിരൂര് പള്ളിപ്പെരുന്നാളിന് നമ്മുടെ ഞാനിട്ടുണ്ടായിരുന്ന പാനിപൂരിയുടെ സ്റ്റാളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പയ്യൻ നമ്മൾ നല്ല പരിചയമായി. ആ 1 വർഷം കൊണ്ട് എൻ്റെ ഒരു അനിയൻ്റെ സെയിം കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവനായിട്ട് സംസാരിച്ച് പരിചയമായപ്പോൾ മൂപ്പര് അത്യാവശ്യം തിരക്കേടില്ല, ഒരു നമ്മുടെയൊക്കെ ഒരു ലൈഫ് പോലെ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ നല്ല സേവ് ചെയ്യുന്ന ഒരു പയ്യനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അവൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഞാനായിട്ട് പരിചയപ്പെട്ടു, പിന്നെ കോണ്ടാക്റ്റ് ആയി. അപ്പോൾ ഞങ്ങൾ മലപ്പുറം ഭാഗത്ത് ആദ്യമായിട്ടാണ്
ഒരു ഇത്രയും ലോങ് പോയിട്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ആനമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെരിന്തൽമണ്ണ അത് ആ ഒരു റൂട്ടാണ് തോന്നുന്നു. നമുക്ക് റൂട്ട് അറിയില്ല, ഞാൻ ഇങ്ങനെ കച്ചവടത്തിന് പോണ കാരണം അത് അറിയില്ല. ഒരുപാട് പോവും ഒരു വർഷത്തിൽ. അപ്പോൾ ഇപ്രാവശ്യം മലപ്പുറം പോയി അവിടെ ചെന്നിട്ട് സ്ഥലത്തിൻ്റെ പേരും പറഞ്ഞു. അവിടെ ചെന്നിട്ട് ആനയൊക്കെ അടഞ്ഞു ഉത്സവത്തിന് പോയിട്ട് ഈ വർഷം. അവിടെ ഏറ്റവും കൂടുതൽ 2000 കരിങ്കാളികളൊക്കെ വരുന്ന ഒരു ക്ഷേത്രമാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക ഉത്സവ ക്ഷേത്രമാണ്. ഓർമ്മയുണ്ട് എനിക്ക് ഏതാ അമ്പലം എന്നുള്ളത്. എനിക്ക് അത്ര അങ്ങോട്ട് കിട്ടണില്ല. കരിങ്കാളികൾ വരുന്ന ഒരു ക്ഷേത്രം, അത് മറന്നു. ഇപ്പം ഈ ആനയൊക്കെ അടഞ്ഞു. കഴിഞ്ഞ വർഷം ആന അടഞ്ഞു, ഈ കൊല്ലം ആന അടഞ്ഞു എന്നുള്ളതാണ്. പേര് കയ്യിൽ നിന്ന് പോയി. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ കേട്ടോ. അങ്ങനെ ആ ഉത്സവത്തിന് പോയി പറയാം. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാനിപൂരി ഞാൻ സാധാരണ എൻ്റെ ബൈക്കിൽ സ്കൂട്ടിയിൽ എല്ലാം വെച്ച് കെട്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് ടേബിൾ പോലെ സെറ്റ് ചെയ്യും. ആംഗ്ലർ നെട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുക, വീലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ദൂരം പോകുമ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ ഐസ്ക്രീം അല്ലേ ചേട്ടൻ, ഒരു കാര്യം ചെയ്യും, എൻ്റെ പെട്ടി വേണ്ടിയിട്ട് സൈഡിൽ സ്ഥലമുണ്ട്, ചേട്ടൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ സൈഡിലിട്ട് നമുക്ക് അവിടെ പോയിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവനാണെങ്കിൽ ഉത്സവപ്പറമ്പ് പരിചയമില്ല, ആദ്യത്തെ കൊല്ലാണ്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ 4-5 കൊല്ലം പോയിട്ടുള്ള ഒരു പരിചയം ഉണ്ടല്ലോ. ശരി വാടാ എന്ന് പറഞ്ഞു. പിന്നെ സാമർത്ഥ്യമുള്ളവന് ഉത്സവപ്പറമ്പിൽ കച്ചവടം ചെയ്യുക. അതായത് ചെന്ന് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ലേലം വിളിച്ച സ്ഥലങ്ങളായിരിക്കും. അതായത് ഇത്ര സ്റ്റാളിന് ഇത്ര രൂപ, ഇത്ര ഏരിയയ്ക്ക് ഇത്ര, ഒരടിക്ക് 400 രൂപയൊക്കെ വരിക. അപ്പോൾ ഒരു 10 അടി സ്റ്റാളിടണമെങ്കിൽ ഇത്ര രൂപ വേണം. അപ്പോൾ അത് എന്ത് സ്റ്റാളാണെങ്കിലും അതിനനുസരിച്ചാണ് അവർ ചാർജ് ചെയ്യുക. നമ്മൾ കപ്പലണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ദിവസം, അതായത് നമ്മളവിടെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് 300 രൂപ എഴുതി തരും. അങ്ങനെ 2 ദിവസം ഉത്സവം ഉണ്ടെങ്കിൽ 2 ദിവസത്തെ 600 രൂപ ഒരുമിച്ച് കൊടുക്കണം. അത് ആദ്യം തന്നെ കൊടുക്കണം. അഡ്വാൻസ് കൊടുത്താലാണ് നമ്മൾ, അഡ്വാൻസ് മീൻസ് ആദ്യം തന്നെ പൈസ കൊടുത്താലും നമുക്ക് അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. കാരണം കച്ചവടം കഴിഞ്ഞ് ചിലർ വേഗം അത് കെട്ടി പറഞ്ഞിട്ട് പോകുമ്പോൾ പൈസ കിട്ടില്ല കമ്മിറ്റിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടപാടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഭയങ്കര വൃത്തികെട്ട പരിപാടി എന്നുള്ളത് പറയാം. കാരണം വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കാശിന് എന്തെങ്കിലും കമ്മിറ്റിക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ആദ്യം പോയിട്ട് ഇത്ര രൂപ, ഇത്ര പാടത്തേക്ക് അല്ലെങ്കിൽ ഇത്ര ഏരിയയ്ക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ടെൻഡർ എടുക്കും. ലേലം വിളിച്ചിട്ട്, അത് ലേലം വിളിക്കുന്നവനാണെങ്കിൽ ഒന്നും അറിയണ്ട, അത്രയും കാശ് അവ ആദ്യമായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കാശ് പിരിച്ചുണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് അവൻ്റെ ഭാഗ്യ കാശാണ്. അപ്പോൾ ശരിക്കും ഞങ്ങളെ എല്ലാ കച്ചവടക്കാരുടെയും പ്രാക്കുണ്ട് ഈ ലേലം വിളിക്കുന്ന ആൾക്ക്. അത് അയാൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ദുഷ്ടത്തരാണ്. കാരണം ചെയ്യുന്ന കച്ചവടത്തിൽ നിന്നും ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ കച്ചവടം വിചാരിച്ച പോലെ നടക്കില്ല. എന്തെങ്കിലും ലാഭം കിട്ടി അതിനനുസരിച്ച് അതിന് കാശ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു സാധാരണ കച്ചവടക്കാർക്ക് സംബന്ധിച്ച് പറ്റുള്ളൂ. കാരണം ഈ ഒരു സീസൺ കച്ചവടം നിന്ന് കിട്ടിയിട്ട് വേണം പലർക്കും പല കാര്യങ്ങളും നടത്താൻ. അത് ഈ ലേലം വിളിക്കുന്നവന് ഓൾറെഡി കെട്ടിവെക്കാൻ കാശുള്ളവനാവും. അത് ഇത്രയും ചിലപ്പോൾ ആൾ പറഞ്ഞേക്കാം, നമുക്ക് ഇത്രയും കാശ് കെട്ടിയാൽ എങ്ങനെ തിരിച്ചു പിടിക്കാന്നൊക്കെ. അപ്പോൾ ആരപ്പം ഞങ്ങളുടെ അടുത്ത് കെട്ടാൻ പറഞ്ഞു, നിങ്ങൾ കച്ചവടം കഴിഞ്ഞിട്ട് കിട്ടുന്ന കാശ് കൊടുത്താൽ. ഒന്നാമത് ഈ കമ്മിറ്റിക്കാരെ പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം അവരെ കുറ്റം പറയണത്. കാരണം അവരെന്തിനാ ഇപ്പോൾ ഈ ലേലം വെക്കുന്നത്? ഒരു ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ഒരു സന്തോഷമായിട്ടുള്ളൊരു സംഭവമല്ലേ. ഒന്നാമത്തെ നന്മയുള്ളവരൊന്നും ഇല്ല നാട്ടിലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം എന്നാലും നമ്മൾ ഉത്സവ കച്ചവടം അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ട് പടത്തായാലും പറമ്പിലായാലും ഓരോ കഷ്ടപ്പാടിൽ ദുരിതങ്ങളിൽ നമ്മൾ പൈസയൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ നമ്മൾ പോയിട്ട് കച്ചവടം ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ അത്യാവശ്യം കാശ് സേവ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ദൃശ്യയുടെ പ്രസവവും കാര്യങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്കൊക്കെ ഇത്രയും ചിലവായിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു പവൻ്റെ സ്വർണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞ സീസണിൽ കച്ചവടത്തിന് പോയിട്ട്. അത്രയും നുള്ളി പറക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം. അത്രയും പൈസ ഞാൻ ഉണ്ടാക്കി വെച്ച് ആ ഒരു പവൻ കൊണ്ട് പണയം വെച്ചിട്ടാണ് ദൃശ്യം അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് കാശിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. 10-60,000 രൂപ ഞങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേപ്പർ വന്നു. ഇപ്പം ഇന്നലെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്താണിയിൽ ഞങ്ങൾ പണയം വെച്ചേക്കണം. അവർ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ പലിശ അടയ്ക്കാറായി എൻ്റെ കേട്ടോ, ഒരാഴ്ച പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അതിലെടുത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ അതിലെടുത്ത് അടക്കി. കാരണം നമുക്കിപ്പോൾ വേറെ കയ്യിൽ പൈസ ഇല്ല. ഇനിയിപ്പോൾ ഈ കപ്പലണ്ടിയുടെ ഈ സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, അതായത് കപ്പലണ്ടി വണ്ടി കുറച്ച് നാളായില്ല ഇപ്പോൾ ഉപയോഗിച്ചിട്ട്. അത് വീലൊക്കെ പോയി തുടങ്ങിയിട്ട്, പിന്നെ തുരുമ്പായിട്ടുണ്ട്. അപ്പോൾ ഒരു വെൽഡിങ് സെറ്റ് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരണമെങ്കിൽ വേണം 300 രൂപ. പിന്നെ റാഡ് എൻ്റെ കയ്യിലുണ്ട്, അതായത് ഈ കമ്പിത്തിരി പോലത്തെ സാധനം അതെൻ്റെ കയ്യിലുണ്ട്. അത് നമ്മൾ ഈ വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫുൾ സെറ്റ് മേടിച്ചിട്ട്. അപ്പോൾ അതിൽ ബാക്കിയുണ്ട്. പിന്നെ ഒരു ആംഗ്ലർ 2-3 പട്ട കമ്പിയൊക്കെ മേടിക്കണം. പിന്നെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യണം, 4 വീലും മാറ്റണം, പെയിൻ്റ് അടിക്കണം, റൂഫിങ് അതിൻ്റെ തുരുമ്പെടുത്തിട്ട് അതൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ കെട്ടണം. അങ്ങനെ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 5,000-6,000 രൂപ എൻ്റെ കയ്യിൽ വേണം. ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളത് പറയണത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചെയ്യണത് ആരെങ്കിലും ഇട്ട് തരാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊരു കൃത്യമായ കാര്യം പറഞ്ഞെന്ന് മാത്രം. അത് എവിടുന്നെങ്കിലും ഞാൻ റോൾ ചെയ്യണം. പിന്നെ കടം മേടിച്ചിട്ട് ഇങ്ങനെ ഒരു പരിചയമൊന്നുമില്ല. അതായത് ഇങ്ങനെ നമ്മളങ്ങനെ ആരോടും അങ്ങനെ ചോദിക്കാറില്ല. എങ്ങനെയെങ്കിലും ഇത് മെയിൻ്റെനൻസ് ആവും എന്നുള്ള ഒരു മനസ്സുകൊണ്ട് പോകുന്ന ഒരാളാണ്, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എന്തായാലും പിന്നെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു സ്കൂട്ടി ഇരിക്കുന്നുണ്ട്. ഇത് അച്ഛൻ്റെ വണ്ടിയാണ്. അച്ഛൻ മേടിച്ചിട്ട് അത് ഉപയോഗിക്കാണ്ട് ആൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫിൽറ്റർ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ പറഞ്ഞു വന്നു വെച്ചാൽ വണ്ടി കാണിക്കാനുള്ള കാരണം ആൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്.
അപ്പോൾ ഇത് ആക്രിക്കാർക്ക് അല്ലെങ്കിൽ ഈ ഇരുമ്പ് പറക്കാൻ വരുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 2000-3000 കിട്ടും തൂക്കത്തിന് എടുക്കുകയാണെങ്കിൽ. പക്ഷെ ഓടുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ അത് ആൾ ഇവിടെ കൊണ്ടുവന്ന് ആൾ നാശാക്കിയെന്ന് മാത്രം. എനിക്ക് പിന്നെ സ്കൂട്ടികൾ പറഞ്ഞാൽ ഞാൻ അതിലാണ് പോണത്. എങ്ങനെയെങ്കിലും അതൊരു ഇപ്പോൾ ഒരു ബാറ്ററി ഒക്കെ പോയിണ്ടാവും. കുറച്ച് നാളായി പിരിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ എത്ര മാസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്? 6-7 മാസമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്. പാമ്പറും കാര്യങ്ങളും ക്ലിയർ ആണ്. അപ്പോൾ ഈ സ്കൂട്ടി ഇന്നലെ ഒരു സംഭവം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇന്നലെ നമ്മുടെ കൂടെ ഐസ്ക്രീം വിൽക്കാൻ പോണ ആ കൂട്ടുകാരൻ ഇന്നലെ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ വൈഫും കൂടിയിട്ട് ഉണ്ണീനെ കാണാൻ വന്നതാണ്. പിന്നെ മാത്രമല്ല അവർക്കൊരു വീട് നോക്കണം പറഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് അവർ വീട് നോക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവിടെ വന്നു നമ്മുടെ ഒരു കട്ടൻ ചായക്ക് ഉണ്ടാക്കി കൊടുത്തു. ഞങ്ങൾ അവരൊരു സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഈ കേച്ചേരി റൂട്ടിൽ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആളവിടെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ബൈക്കിൻ്റെ വർക്ക്ഷോപ്പാണ് ചേട്ടാ. ഞാൻ പെട്ടിവണ്ടി വിറ്റു എന്ന് പറഞ്ഞു. അതല്ലേ അപ്പോൾ ഇനി സീസണിലൊന്നും ഇറങ്ങണില്ല ചേട്ടൻ പോണ പോലെ നമുക്ക് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇച്ചിരി ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ഓരോ പറമ്പിലൊക്കെ കച്ചവടം ചെയ്യണമെങ്കിൽ സ്ഥലം തരില്ല. കച്ചവടക്കാർക്കിടയിൽ തന്നെ പല അലമ്പുകളുണ്ട്. പിന്നെ പോരാത്തതിന് കള്ളു കുടിച്ചിട്ട് മേത്തേക്ക് മെക്കിട്ട് കയറാൻ പറഞ്ഞവർ വേറെ ഉണ്ട്. വെറുതെ തെറി വിളിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരുപാടുണ്ടെന്ന് പറയണം. അതൊരു ഭയങ്കര റിസ്ക്കാണ്. അവിടെ നിന്ന് കാശുണ്ടാക്കി വരിക പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി തൻ്റെ ഇടമുള്ളവന് അത് പറ്റുള്ളൂ, അല്ലാത്തവന് കരഞ്ഞിട്ടിരിക്കാം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായവരെ പോലീസുകാർ വരെ ഇടപെടില്ല. കാരണം എടുത്തിട്ട് പോടാ അതൊക്കെ എന്ന് പറയും. അങ്ങനത്തെ ഒരു ടീമാണ്. മൊത്തത്തിൽ അങ്ങനെ സഹകരിക്കാത്തൊരു ഏരിയയാണ് ഈ പൂര കച്ചവടം. അപ്പം അവൻ പറയണത് ഞാൻ ഇല്ല ചേട്ടാ, ഞാൻ വണ്ടി കൊടുത്തു, പെട്ടി വണ്ടി കൊടുത്തു. എനിക്ക് അത്യാവശ്യം വർക്ക്ഷോപ്പ് പണി അറിയാം. ഞാനൊരു സ്റ്റാഫിനെയും വെച്ചിട്ടുണ്ട്. ഞാനവിടെ പണിയെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുണ്ടത്തിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ വർക്ക്ഷോപ്പ് ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞോടാ ഈ ഒരു സ്കൂട്ടി നീ കണ്ടോ, ഇത് കുറച്ച് ദിവസമായി ഇരിക്കണം, ഇത് പറ്റിയും കൊണ്ടുപോയി നന്നാക്കുക, എന്നിട്ട് എത്ര ചാർജ് വെച്ചാൽ പറയും ചേട്ടൻ തരാം, അല്ലാന്നുണ്ടെങ്കിൽ നീ ഇതെടുത്തോ, എന്തെങ്കിലും പൈസയ്ക്ക് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എത്ര വേണ്ടി ചേട്ടാ? ഞാൻ പറഞ്ഞു നീ പറയാം, എനിക്ക് എന്തെങ്കിലും തന്നാൽ മതി, കാരണം ഒരു 5000 ഉറുപ്പിക ഉണ്ടെങ്കിൽ ഒരു വണ്ടി ഇറക്കാം. പക്ഷെ അവൻ പറഞ്ഞത് ചേട്ടാ ഞാൻ നോക്കട്ടെ, അവ ഈ വർക്ക്ഷോപ്പ് തുടങ്ങിയാൽ അവൻ ടൈറ്റാണ്. അപ്പോൾ ആ ഒരു മേഖല ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. ഇതിന് കപ്പലണ്ടി വണ്ടിക്ക് പിന്നെ ടെൻഷൻ അടിച്ചിട്ടായിരിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് ദൃശ്യടത്ത് എന്തെങ്കിലും ഒരു ദൃശ്യടത്താണ് ഐഡിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യം എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാവും നമുക്ക് കപ്പലണ്ടി വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് ഇറക്കണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആലോചിച്ചിട്ടിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ പരിപാടികൾ ആധാരം ബാങ്ക് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതൊക്കെ നടക്കും, എല്ലാം നടക്കും. അപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി കാലത്ത്, അപ്പോൾ ഒന്ന് വീഡിയോ ചെയ്താണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ മറ്റേ പാർട്ട് 4 അല്ലേ ഇനി ഇടാൻ പോകണം. പാർട്ട് 4 അത് എത്ര? അതെ നീയ വെയിറ്റ് ചെയ്യണം. എന്തായാലും വേഗം ഇടണം. ഓക്കെ, ഇടാം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കട്ടെ.